ഈ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? ബ്രെയിനിലേക്ക് വരുന്നു, റൈറ്റ്. പക്ഷെ എവിടെ നിന്ന്? എവിടെ? എക്സ്പീരിയൻസ്, സറൗണ്ടിങ്സ്, സോറി അല്ലേ? സത്യമാണ്. ചുറ്റുപാടിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നുമൊക്കെയാണ് ചിന്തകൾ വരുന്നത്. സൈക്കോളജിക്കലി പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും കഴിക്കുന്നതും മണക്കുന്നതും തൊടുന്നതും ചിന്തയായി മാറും. കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും തൊടുന്നതും കഴിക്കുന്നതും പറയുന്നതും ചിന്തയായി മാറും. നമ്മൾ നിരന്തരമായി എന്താണോ കാണുന്നത്, ആ കാണുന്ന കാഴ്ചകൾ ചിന്തയായി മാറും. കേൾക്കുന്നത് അതും ചിന്തയാവും, പറയുന്നത് അതും ചിന്തയാവും, കഴിക്കുന്നത് അതും ചിന്തയാവും, മണക്കുന്നത് പോലും ചിന്തയാവും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചറിയാം, പണ്ടുള്ളവരൊക്കെ ഇന്ന് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പണ്ടുള്ള വീടുകളിൽ 6 മണി കഴിഞ്ഞാൽ അല്ലേ, എന്താണ് സന്ധ്യാനാമം, പ്രാർത്ഥന എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? വിളക്ക് കത്തിക്കില്ലേ? സുഗന്ധം അല്ലേ, അറിയില്ലേ? ചന്ദനത്തിരി കത്തിക്കില്ലേ? ഇല്ലേ? എന്തിനാ? നല്ല മണം, നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. നല്ല ആഹാരം നല്ല ചിന്ത പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധമായ ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്. സൺലൈറ്റ് പ്രസൻസ് ഉള്ള ഫുഡ് കഴിക്കാൻ പറയും. കാര്യം ഏറ്റവും നല്ല ആഹാരം, ശ്രേഷ്ഠമായ ആഹാരം ശ്രേഷ്ഠമായ ചിന്ത തരും. ജങ്ക് ഫുഡ് കഴിച്ചാൽ ജങ്ക് തോട്ട്സ് വരും. ജങ്ക് ഫുഡ്സ് കഴിച്ചാലേ ജങ്ക് തോട്ട്സ് വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് വെൽനസ് കൺസൾട്ടൻസ് ഒക്കെ ഉണ്ട്. യു ക്യാൻ അപ്രോച്ച് ദം. സെറീന ഡോക്ടർ ഒരു റാഡിക്കൽ എക്സാമ്പിൾ ആണ് കേട്ടോ. സാർ ഡോക്ടർ ഒന്ന് എഴുതേക്കോ, ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഡോക്ടർ സെറീനയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കണം കേട്ടോ, പറഞ്ഞ കാര്യം. ഞാൻ കൺവെൻഷണൽ മെഡിസിനെ ചലഞ്ച് ചെയ്യല്ല, പക്ഷെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓപ്ഷൻ ഉണ്ടെന്ന് കൂടെ പഠിക്കണം നമ്മൾ. 14 വർഷം എൻ്റെ ഉമ്മ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് മാത്രം ഉറങ്ങിക്കൊണ്ടിരുന്നേ ഉമ്മ ഇവിടെ ഉണ്ട്. 14 ദിവസം കൊണ്ട് ഡോക്ടർ സെറീന ഇപ്പോൾ സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ ഉറങ്ങാൻ സാധിപ്പിച്ചിട്ടുണ്ട്. 14 ദിവസം കൊണ്ടാണ്. എന്തുകൊണ്ടെന്നറിയാമോ? വിശ്വാസം എന്ന് പറഞ്ഞൊരു ഫാക്ട് ഉണ്ട്, വിച്ച് വി വിൽ ഡിസ്കസ്. നമ്മുടെ പല അനുഭവങ്ങളും ഈ വിശ്വാസവുമായിട്ട് കണക്റ്റഡ് ആണ്. വിശ്വാസം, ഈ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ നിരന്തരമാകുമ്പോൾ നമ്മുടെ വിശ്വാസമായി മാറും. ആദ്യം എൻ്റെ ഉമ്മ ഉറക്കം വരാതിരുന്നപ്പോൾ ഒരു സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തു നമ്മുടെ ഒരു ഫിസിഷ്യൻ. അപ്പോൾ ഒരു തീ കത്തി. എന്താണ്? ഉറക്കം വരാതിരുന്നാൽ ഒരു സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാം. കഴിച്ചപ്പോൾ എന്തു പറ്റി? ഉറങ്ങി. അപ്പൊ തീ വീണ്ടും കത്തി, നല്ല പ്രൗഢോജ്വലമായി കത്തി. കാര്യം കഴിച്ചപ്പോൾ ഉറങ്ങിയല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും കഴിച്ചു, വീണ്ടും കത്തി. അങ്ങനെ ഒരു 10-21 ദിവസം ഇത് കഴിച്ചപ്പോൾ ഈ കത്തലിന്റെ ശക്തിയും കൂടി ഈ വര ഇങ്ങനെ സ്ട്രോങ് ആയി. അതിൻ്റെ പേരാണ് വിശ്വാസം. പണ്ടുള്ളവർ പറയും തലവര എന്ന് പറയും, വിധി. അങ്ങനെ 14 വർഷം തലവര വിധി എന്ന് വിചാരിച്ച ഒരു കാര്യത്തെയാണ് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് മാറ്റിയിട്ട് പുതിയൊരു വിശ്വാസത്തിലേക്ക് പോയത്. നിരന്തരമായി നമ്മൾ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും അത് നമ്മുടെ വിശ്വാസമായി മാറും. ഒരു 10-30 ദിവസം ഒരാശയത്തെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ വിശ്വാസമായി മാറും. വാഷിംഗ് പൗഡർ അന്നടപ്പ, ലോകത്ത് വേറെ ഒരു വാഷിംഗ് പൗഡറും ഇല്ലേ? ലോകത്ത് വേറെ ഒരു വാഷിംഗ് പൗഡറും ഇല്ല. ആരാ പറഞ്ഞ വാഷിംഗ് പൗഡർ ഈസ് ഈക്വൽ ടു നിർമ്മാന്ന്? നിരന്തരമായി ആഡിലൂടെ നമ്മളിങ്ങനെ കണ്ട് അത് ചിന്തയായി, പിന്നീട് അത് വിശ്വാസമായി, ഇപ്പൊ അത് നാവിലൂടെ വാക്കായി. നേരത്തെ പറഞ്ഞ പോലെ A4 എന്തെല്ലാണ്ട്. പക്ഷെ നിരന്തരമായി നമ്മളോട് A4 ആപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വാസമായി, നാവിൽ നിന്ന് വാക്കായി. 21 ദിവസം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, അത് എന്ത് പറയുന്നോ, എന്ത് പ്രവർത്തിക്കുന്നോ, അത് നമ്മുടെ വിശ്വാസമാകാനുള്ള പ്രോബബിലിറ്റി 80%. നിരന്തരമായി നമ്മൾ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും അത് നമ്മുടെ വിശ്വാസമായി മാറാനുള്ള പ്രോബബിലിറ്റി 80%.
ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ ഒരു പബ്ലിക് സ്പീക്കറായിട്ട് ട്രെയിനറായിട്ട് ഇവിടെ നിൽക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്താ കാരണം? പറഞ്ഞോ, വെറുതെ എന്തെങ്കിലും പറഞ്ഞു. പ്രാക്ടീസ്, ഓക്കെ, കോൺഫിഡൻസ്, ആഗ്രഹം, തോട്ട്സ്, വിഷൻ, ഓട്ടോ സജഷൻ ഒക്കെ പറയാം. പക്ഷെ ഞാൻ പറയും എൻ്റെ ഉമ്മയാണെന്ന്. കാരണം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഉമ്മ പുറകിൽ നിന്ന് ഉമ്മ എല്ലാവരോടും ഇങ്ങനെ പറയും, ദോ അതെൻ്റെ മോനാണ്, ദോ നോക്കിയേ അവൻ മിടുക്കനാണ്. ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെയെങ്കിലും തട്ടിയിട്ട് പറയും, പൊളിച്ചടാ നീ, ആടിപ്പൊളിയാണ് നീ. നിരന്തരമായി ഇത് പറയാ. നിരന്തരമായി എൻ്റെ ഉമ്മ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഞാൻ പോലും വിശ്വസിച്ചു പോയി, എടാ സ്റ്റേജിൽ കയറി ഞാൻ പൊളിയാണ്. മക്കളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിരന്തരമായി പറയുന്ന വാക്കുകൾ അവരുടെ ഉള്ളിൽ വിശ്വാസമായി മാറും. ഞാനും ഇബാദ് റഹ്മാനും കൂടെ ചെയ്ത ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു വീഡിയോ 10 മില്യൺ ആൾക്കാർ കണ്ടു. 10 മില്യൺ. ആ വീഡിയോ സംസാരിച്ച വിഷയം ഇത്രയേ ഉള്ളൂ. മക്കളോട് നമ്മൾ ഗതികെട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, പഠിക്കൂല പഠിക്കൂല പഠിക്കൂല, കഴിക്കൂല കഴിക്കൂല കഴിക്കൂല. ഇത് രണ്ടുകൂടല്ലോ നമ്മുടെ വിഷയം. കഴിപ്പിക്കണം, പഠിപ്പിക്കണം, വേറെ ഒന്നുമില്ലല്ലോ ഭൂമിയിൽ ചെയ്യാൻ. അപ്പോൾ പഠിക്കൂല 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 നിരന്തരമായി പറയുമ്പോൾ 10-21 ദിവസം ഇവനത് കേൾക്കുമ്പോൾ ഇവൻ്റെ തലച്ചോറിലും മറ്റേ കത്തും. എന്ത്? ഇവിടെ കത്തിയ തീ കത്തൂലേ? അത് കത്തിയിട്ട് വിശ്വാസമാവും. അപ്പം അവൻ്റെ ഉള്ളിലെ മനസ്സിൽ അടുത്ത പ്രാവശ്യം ബുക്ക് എടുത്തിരിക്കുമ്പോൾ എന്ത് ഡയലോഗ് വരും? ഡാ നീ പഠിക്കാത്തവനാണ് കേട്ടാ, നീ പോയി കളിയടാ. അപ്പം അവൻ എന്ത് ചെയ്യും? അവൻ ബുക്ക് അടച്ചു വെച്ചിട്ട് കളിക്കാൻ പോവും. മനസ്സിലായോ? നിരന്തരമായി നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ ഉള്ളിലും കേൾക്കുന്നവരുടെ ഉള്ളിലും വിശ്വാസമായി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. വാക്കുകൾ നിരന്തരമായി പറഞ്ഞാൽ ആ വാക്കുകൾ വിശ്വാസമാകും, അത് ചിന്തയാകും, അത് ഒരു മനുഷ്യൻ്റെ ജീവിതമായി മാറും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കിക്കോ, 21 ദിവസം അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും. ആഗ്രഹിക്കുന്ന ജീവിതം നേടണമെങ്കിൽ ആഗ്രഹിക്കുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പറയാൻ പറ്റണം മിനിമം ഒരു 21 ദിവസം.